ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1/4 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ ചിക്കൻ കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇട്ട് കൊടുത്ത അപ്പം തന്നെ അത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ ചെറിയ പീസാക്കി എടുത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ഇതും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ആ നൂഡിൽസ് കൂടി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 3 മുട്ട ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പ്രസ് ചെയ്യുന്ന സമയത്ത് അത് മുറിഞ്ഞു പോകുന്നില്ല. മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ വേവാനുണ്ട്. അപ്പോൾ മുറിഞ്ഞു പോകുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം. തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി ഇതൊരു കടായിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലുണ്ടല്ലോ അത് തന്നെ ഒഴിച്ച് കൊടുത്ത് മുട്ട ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാത്രം വെച്ച് കൊടുത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് അതിലേക്ക് നമ്മൾ ഇടുന്ന വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്ത് പോവണ്ട കേട്ടോ. ഒന്ന് കടിക്കുന്ന രീതിയിൽ അതുപോലെ വേണം. ഒരുപാട് വേവിക്കണ്ട. ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അതെല്ലാം ചെയ്യാൻ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിനി സോയ സോസൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നീട് വേണമെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം.
ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ന്യൂഡിൽസ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാലകളൊക്കെ എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് പുറത്ത് കടകളിൽ നിന്നൊക്കെ നമ്മൾ ന്യൂഡിൽസ് വാങ്ങി കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.